സ്റ്റോറി സ്പേസിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഉദ്ധാർ മുക്തി എന്ന കഥ കേൾക്കാം. ഗൗരി പരമ്പരാഗതമായി സമ്പന്നമായ ഒരു കുടുംബത്തിലെ സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. അതിരുകടന്ന സ്നേഹത്തോടെയാണ് അവൾ വളർന്നത്. അവളുടെ ഭർത്താവ് പരേശിൻ്റെ സാമ്പത്തിക സ്ഥിതി ആദ്യമൊക്കെ വളരെ മോശമായിരുന്നു. പിന്നീട് സ്വന്തം പരിശ്രമത്താൽ അല്പസ്വല്പം മെച്ചപ്പെട്ടു. അവൻ ദാരിദ്ര്യത്തിലായിരുന്ന കാലം അത്രയും മകളുടെ ബുദ്ധിമുട്ടുകൾ ഭയന്ന് അവളെ അവനോടൊപ്പം താമസിക്കാൻ അച്ഛനമ്മമാർ അനുവദിച്ചില്ല. പരേശിൻ്റെ നില മെച്ചപ്പെട്ടപ്പോഴേക്കും ഗൗരി വളർന്ന് യുവതിയായി കഴിഞ്ഞിരുന്നു. ഇക്കാരണത്താൽ തൻ്റെ സുന്ദരിയായ ഭാര്യ പൂർണ്ണമായും തനിക്കുള്ളതാണെന്ന് പരേശിന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരുപക്ഷെ സംശയം അവൻ്റെ മാനസികാവസ്ഥയുടെ ഭാഗമായിരുന്നു. പരേശ് വടക്കുള്ളൊരു ചെറിയ പട്ടണത്തിൽ വക്കീൽ പണി നടത്തിയിരുന്നു. വീട്ടിൽ അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ലാതിരുന്നതിനാൽ തനിച്ചായ ഭാര്യയെ ഓർത്ത് അയാൾ എപ്പോഴും ആശങ്കാകുലനായിരുന്നു. ഭാര്യ ഒറ്റയ്ക്കാണെന്ന വിചാരം അയാളെ സദാ അസ്വസ്ഥനാക്കി. ഇടയ്ക്കൊക്കെ പൊടുന്നനെ അസമയത്ത് അയാൾ വീട്ടിലെത്തും. ആദ്യമൊന്നും ഭർത്താവിൻ്റെ ഇത്തരത്തിലുള്ള ആകസ്മികമായ വരവിൻ്റെ കാരണം ഗൗരിക്ക് മനസ്സിലായതേയില്ല. വീട്ടിലെ വേലക്കാരെയും പരേശ് ഇടയ്ക്കിടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തുടങ്ങി. ആരെയും നീണ്ടകാലത്തേക്ക് പരേശിന് ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് ഗൗരി ആരെ നിയമിക്കാൻ അധികം ഉത്സാഹം കാണിക്കുന്നുവോ അവരെ ഒരു ക്ഷണം പോലും പരേശ് നിർത്തില്ല. ഇത് ഗൗരിയെ എത്രത്തോളം മുറിപ്പെടുത്തിയോ പരേശിനെ അത്രത്തോളം അസ്വസ്ഥനാക്കുകയും അയാൾ വിചിത്രമായ രീതിയിൽ പെരുമാറുകയും ചെയ്തു. അവസാനം സ്വയം നിയന്ത്രിക്കാനാവാതെ പരേശ് വേലക്കാരിയെ തൻ്റെ ഭാര്യയെക്കുറിച്ച് രഹസ്യമായി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അവളോട് സംശയാസ്പദമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒടുവിൽ ഗൗരിയുടെ ചെവിയിലെത്തി. ഈ അപമാനങ്ങളിൽ മുറിവേറ്റ സിംഹത്തെപ്പോലെ അവൾ രോഷാകുലയായി. ദിനംപ്രതിയെന്നോണം പെരുകിയ പരേശിൻ്റെ സംശയരോഗം ഒരു വിനാശകന്റെ വാൾ പോലെ അവരെ വേർപ്പെടുത്തി. ഗൗരിയുടെ മുന്നിൽ തൻ്റെ സംശയരോഗം വെളിപ്പെട്ടതോടെ പിന്നെ പരേശിന് ലെവലേശം ലജ്ജയില്ലാതായി. ദിവസവും സംശയങ്ങൾ ഉന്നയിക്കും. ഭാര്യയോട് മിനിറ്റ് വെച്ചുള്ള വിവരങ്ങൾ ആരായും കലഹിക്കാൻ തുടങ്ങും. ഗൗരി ഉത്തരം നൽകാതെ അവജ്ഞ പ്രകടിപ്പിക്കലും ദഹിപ്പിക്കുന്ന നോട്ടം കൊണ്ട് അയാളെ ആപാദചൂടൻ ചുട്ടരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതൊക്കെ പരേശിൻ്റെ സംശയങ്ങളെ 10 മടങ്ങ് വർദ്ധിപ്പിക്കാനേ സഹായിച്ചുള്ളൂ. ഭർത്തൃസുഖം കിട്ടില്ലെന്ന് വന്നപ്പോൾ സന്താനങ്ങളില്ലാത്ത ഗൗരി ഭക്തിമാർഗത്തിൽ മനസ്സുറപ്പിച്ചു. ഹരിസഭയിലെ പുതിയ ഗുരുജി ബ്രഹ്മചാരി പരമാനന്ദ സ്വാമിയെ വിളിച്ചു വരുത്തി ദീക്ഷയെടുത്തു. നിത്യവും ഭാഗവത വ്യാഖ്യാനത്തിന് ചെല്ലാൻ തുടങ്ങി. നാരീഹൃദയത്തിലെ സകല സ്നേഹപ്രേമഭാവങ്ങളും ഭക്തിരൂപത്തിൽ ഗുരുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. പരമാനന്ദ സ്വാമിയുടെ സ്വഭാവത്തെപ്പറ്റി അന്നാട്ടിലോ മറുനാട്ടിലോ ആർക്കും ഒരു ദോഷവും പറയുവാനുണ്ടായിരുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ പൂജിച്ചു, ബഹുമാനിച്ചു. അതുകൊണ്ടുതന്നെ ഗുരുജിയെക്കുറിച്ച് ഒന്നും പറയാനാവാത്ത സ്ഥിതിയിലായിരുന്നു പരേശ്. എന്നാലും ഗുരുവിനെപ്പറ്റി കഴിയുന്നത്ര വിവരങ്ങൾ ഖനനം ചെയ്തെടുക്കാൻ അയാൾ ശ്രമിച്ചു. ഒരു ദിവസം ഒരു നിസ്സാര കാരണം കൊണ്ട് അയാളുടെ മനസ്സിലെ വിഷം പുറത്തു ചാടി. പരമാനന്ദനെ ഉദ്ദേശിച്ച് കള്ളസന്യാസി എന്ന് പറഞ്ഞ് ശകാരവർഷം തുടങ്ങി. ഭാര്യയോട് കൽപ്പിച്ചു, "നീ സാളഗ്രാം തൊട്ട് ആണയിട്ട് പറയ്, നിനക്ക് ആ കള്ളസന്യാസിയോട് പ്രണയമില്ലെന്ന്." നിമിഷമേ വേണ്ടി വന്നുള്ളൂ. ചവിട്ടേറ്റ സർപ്പത്തെപ്പോലെ ഗൗരിയും പണമുയർത്തി. വൈരാഗ്യവും വിദ്വേഷവും മൂത്ത് ഭർത്താവിനെ കുത്തിനോവിക്കാനുള്ള അവസരം അവളും പാഴാക്കിയില്ല. അവൾ പറഞ്ഞു, "ഉവ്വ്, പ്രണയമുണ്ട്. നിങ്ങൾക്കെന്തു ഛേദം?" രോഷാകുലനായ പരേശ് അവൾ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് കോടതിയിലേക്ക് പോയി. ഗൗരിക്കും അസഹ്യമായ കോപം വന്നു. എങ്ങനെയൊക്കെയോ വാതിൽ തുറന്ന് അവൾ പുറത്തു കടന്നു. മധ്യാഹ്ന സമയം. പരമാനന്ദ് മുറിക്കകത്തിരുന്ന് വേദാധ്യയനം നടത്തുകയായിരുന്നു. പൊടുന്നനെ മിന്നൽപ്പിണർ പോലെ ഗൗരി മുറിക്കകത്ത് കടന്നു ചെന്ന് വായനയ്ക്ക് ഭംഗം വരുത്തി. അയാളുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഗുരു ചോദിച്ചു, "ഇതെന്താ? എന്തു പറ്റി?" ശിഷ്യ പറഞ്ഞു, "ഈ അപമാനത്തിൽ നിന്ന് എനിക്ക് മുക്തി നേടിത്തരൂ. അങ്ങയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചോളാം." പരമാനന്ദ സ്വാമി ഗൗരിയെ കഠിനമായി ഗുണദോഷിച്ചു. വീട്ടിലേക്ക് തിരികെ പറഞ്ഞയച്ചു. പക്ഷേ സ്വാമിക്ക് തടസ്സപ്പെട്ടു പോയ വേദാധ്യയനം പഴയ പോലെ തുടരാനായില്ല.
പരേശ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഭാര്യയോട് ചോദിച്ചു, ഇവിടേക്ക് ആരാ വന്നത്? ആരും വന്നില്ല. ഞാൻ സ്വാമിജിയെ കാണാൻ പോയി, അത്ര തന്നെ. പരേശിൻ്റെ മുഖം ഒരു നിമിഷം വിളറി വെളുത്തുപോയി. അടുത്ത നിമിഷം ക്രോധം കൊണ്ട് ചുവന്നു. അയാൾ ഗർജിച്ചു, എന്തിനു പോയി? മറുപടി വന്നു, എൻ്റെ ഇഷ്ടം. പരേശും വിട്ടില്ല. അന്നു മുതൽ പരേശ് ഭാര്യയെ വീട്ടിലിട്ട് പൂട്ടി വെളിയിൽ ആളെ കാവലിനിരുത്തി. അയാളുടെ ഈ വക ചെയ്തികൾ നാടൊട്ടുക്ക് അപവാദം പരക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അന്യായമായ അപവാദവും അപമാനവും ഒക്കെ കൂടി പരമാനന്ദ സ്വാമിയുടെ മനസ്സിൽ നിന്ന് ഹരിചിന്ത എങ്ങോ പോയി മറഞ്ഞു. എത്രയും പെട്ടെന്ന് സ്ഥലം വിടേണ്ടത് അത്യാവശ്യമാണെന്ന് ഗുരുവിന് ബോധ്യമായി. പക്ഷേ പീഡിതയെ ഉപേക്ഷിച്ചു പോവാൻ മനസ്സ് വന്നില്ല. ആ ദിവസങ്ങളിൽ സന്യാസിയുടെ മനസ്സിൽ നടന്ന വടംവലികൾ ദൈവത്തിനെ അറിയൂ. വീട്ടുതടങ്കലിലായിരുന്ന ഗൗരിക്ക് ഒരു നാൾ ഒരു സന്ദേശം ലഭിച്ചു. അതിങ്ങനെയായിരുന്നു: വത്സേ, ഞാൻ ഏറെ ആലോചിച്ചു നോക്കി. ഇതിനു മുമ്പും അനേകം സ്വാധികൾ കൃഷ്ണപ്രണയത്തിൽ ആണ്ട് സംസാരസാഗരം ത്യജിച്ചിട്ടുണ്ട്. ലോകാപവാദം മൂലം നിന്റെ മനസ്സ് ഹരിപാദങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറിയിക്കൂ. കൃഷ്ണദാസിയായി നിന്നെ കരകയറ്റി ഭഗവത് പാദങ്ങളിൽ മുക്തി കണ്ടെത്താനായി ഞാൻ സഹായിക്കാം. നിനക്ക് സമ്മതമാണെങ്കിൽ ബുധനാഴ്ച ഫാൽഗുനി മാസം 26-ാം തീയതി ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് നിങ്ങളുടെ പൂന്തോട്ടത്തിലെ കുളക്കരയിൽ വന്ന് എന്നെ കാണൂ. ഗൗരി കടലാസു കഷ്ണം മടക്കി ആരും കാണാതിരിക്കാനായി മുടിക്കെട്ടിൽ തിരികെ വെച്ചു. പിറ്റേന്ന് 26-ാം തീയതി കുളിക്കാനായി മുടിക്കെട്ടഴിച്ചപ്പോൾ കടലാസു കഷ്ണമില്ല. ഇനിയത് മുടിക്കെട്ടിൽ നിന്നൂർന്ന് കിടക്കയിൽ വീണു കാണുമോ? ഭർത്താവിൻ്റെ കയ്യിൽ കിട്ടിക്കാണുമോ? ഭർത്താവ് ആ സന്ദേശം വായിച്ച് ദഹിച്ചു പോകുന്നത് സങ്കല്പിച്ച് അവളുടെ മനസ്സിൽ സന്തോഷാഗ്നി ആളിക്കത്താതെ ഇരുന്നില്ല. പക്ഷേ തനിക്കായുള്ള സന്ദേശത്തിൽ ആ കശ്മലൻ്റെ കരസ്പർശം ഏറ്റിരിക്കുമെന്നത് അവൾക്ക് സഹിക്കാനായില്ല. ഭർത്താവിൻ്റെ മുറിയിലെത്തിയ അവൾ കണ്ടത് പരേശ് തറയിൽ വീണു കിടക്കുന്നതാണ്. വായിൽ നിന്ന് നുരയും പതിയും ഒഴുകുന്നു. ശരീരം വല്ലാതെ ഇളകി വിറയ്ക്കുന്നു. അയാളുടെ മുഷ്ടിയിൽ ആ കടലാസ് കഷ്ണമുണ്ടായിരുന്നു. അത് വലിച്ചെടുത്ത് അവൾ വേഗം ഡോക്ടറെ ആളയച്ചു വരുത്തി. ഡോക്ടർ വന്നു, പരിശോധിച്ചു. മരണകാരണം അപ്പോപ്ലെക്സി എന്ന് വിധിയെഴുതി. അന്ന് ഗ്രാമക്കോടതിയിൽ പരേശിന് ഒരു പ്രധാന കേസ് വാദിക്കാനുണ്ടായിരുന്നു. അക്കാര്യം എങ്ങനെയോ മണത്തറിഞ്ഞ സന്യാസി അന്നേ ദിവസമാണ് ഗൗരിയുമായുള്ള കൂടിക്കാഴ്ച ഒരുക്കിയത്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ സന്യാസി കള്ളനെപ്പോലെ പാത്തും പതുങ്ങിയും കുളക്കടവിലെത്തുന്നത് ഗൗരി കണ്ടു. വജ്രപാതമേറ്റ പോലെ അവൾ നോട്ടം താഴ്ത്തി. സന്യാസി എത്രത്തോളം അധപ്പതിച്ചു പോയിരിക്കുന്നുവെന്ന് ആ നിമിഷം ഒരു വെളിപാട് പോലെ ഗൗരിക്ക് ബോധ്യമായി. ഗുരു വിളിച്ചു, ഗൗരി. ഗൗരി മറുപടി നൽകി, ഇതാ വരുന്നു ഗുരുജി. മരണവാർത്തയറിഞ്ഞ് പരേശിൻ്റെ ബന്ധുക്കൾ ശവദാഹത്തിനായി എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഗൗരിയുടെ മൃതദേഹവും ഭർത്താവിൻ്റെ സമീപത്ത് കിടക്കുന്നതാണ്. വിഷം കഴിച്ചു മരിച്ചതാണത്രേ. ആധുനിക കാലത്തോ ഇത്തരം അത്യാശ്ചര്യകരമായ സതിയനുഷ്ഠിക്കൽ? പാതിവത്യ മഹാത്മ്യത്തിൻ്റെ ഈ മകുടോദാഹരണം സകലരെയും സ്തംഭിപ്പിച്ചു.